സഫാരി എന്ന വാക്കിനർത്ഥം യാത്ര എന്നുള്ളതാണ്. ജീവിതയാത്രയിൽ വിജയത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയവർ സംസാരിക്കുന്ന സമയം, സംസാരിക്കുന്ന ഇടം. സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും. ഇന്ന് നമുക്കൊപ്പമുള്ള അതിഥി സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായ സൈനുൽ ആബിദീൻ സാറാണ്. സാർ നമസ്കാരം. ഹായ്, നമസ്കാരം. റേഡിയോ സുനോയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് സാറിനെ ഹോസ്റ്റ് ചെയ്യാൻ സാധിച്ചതിൽ. ഒരുപാട് ഇപ്പോൾ സാറിൻ്റെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ജീവിതം ഒരു യാത്രയാണ്, വലിയ യാത്രയാണ്. പ്രവാസം ഒരു യാത്രയാണ്, വലിയ യാത്രയാണ്. ഏകദേശം 47 വർഷത്തെ പ്രവാസ ജീവിതം. എന്നാണ് ഇവിടെ ഖത്തറിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്? 1978 വരുന്നത്. മാർച്ചിലാണെന്ന് എൻ്റെ ഓർമ്മ. 1978. അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നു, നമ്മളും ഒരു ഡെവലപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ വലിയൊരു എഡ്യൂക്കേഷൻ, കേവലം ഒരു ഡിഗ്രി വരെയുള്ള എഡ്യൂക്കേഷനാണെന്ന് എനിക്ക് കിട്ടിയത്. പക്ഷെ പൊതുവേ അന്നത് വലിയൊരു എഡ്യൂക്കേഷനാണ്. അതെ, ഖത്തറിത്തൊന്നും വികസിക്കാത്ത അല്ലെങ്കിൽ വേൾഡ് തന്നെ അതിനനുസരിച്ച് അത് ആ റേഞ്ചിനനുസരിച്ച് 47 ഇയേഴ്സ് വേൾഡും അത്രമാത്രം വികസിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഖത്തറും ഉണ്ടായിരുന്നു. പിന്നെ ഒരു നല്ല രാജ്യം GCCയിലെ ഇവിടെ എത്താൻ കഴിഞ്ഞു. അത് വലിയ ഭാഗ്യമാണ്. അത് മുഖേന ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. വ്യക്തിപരമായും സാമൂഹ്യപരമായും സമൂഹത്തിലൊക്കെ വലിയ സന്തുഷ്ടനാണ്. സാറ് ഇവിടെ ഖത്തറിൽ വന്നിട്ട് ആദ്യം ചെയ്ത ജോലി എന്തായിരുന്നു? ആദ്യം എന്തായാലും ജോലിക്കായിട്ടായിരിക്കുമല്ലോ വരിക. അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. അപ്പം ഞാൻ ജോലി അന്ന് ഇഷ്ടാനുസരണം ഇവിടെ ഈ ശരിക്കും പറയുമ്പോൾ എഡ്യൂക്കേഷൻ കുറഞ്ഞൊരു കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് ജോലിക്ക് സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി ആ കാലഘട്ടത്തിൽ അത്രമാത്രം പഠിപ്പില്ലായിരുന്നു. അപ്പോൾ പക്ഷേ അന്നത്തെ എൻ്റെ എഡ്യൂക്കേഷൻ വലുതാണ്. അപ്പോൾ ഇവിടെ ഈസി ആയിട്ട് കേബിൾ ആൻഡ് വയർലെസ്, ഇന്നത്തെ ഒരീടുവിൻ്റെ അന്നത്തെ ഫസ്റ്റ് നെയിം കേബിൾ ആൻഡ് വയർലെസ് ആണ്. ഓക്കെ, കേബിൾ ആൻഡ് വയർലെസ്, LCT ഡിപ്പാർട്ട്മെൻറ്റ്, കാപ്കോ എന്നിവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ കൊണ്ടുവന്ന എൻ്റെ മൂത്ത സഹോദരൻ, അദ്ദേഹം ഇന്ന് എൻ്റെ കൂടെ ഇല്ല, മരിച്ചുപോയി. ഹമീദ് ഒക്കെയാണ് എൻ്റെ മൂത്ത സഹോദരൻ. അദ്ദേഹം പറഞ്ഞാ നോ, ജോലി വേണ്ട, നമുക്ക് ബിസിനസ് മതി. കാരണം അതിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഫാമിലി ലൈഫ് ഇനി അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് എന്തെങ്കിലും സേവ് ചെയ്യാനൊക്കെ നമുക്ക് ബിസിനസ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ജോലിയിൽ നിന്ന് എൻ്റെ പല സുഹൃത്തുക്കളും ഇവിടെ ചാൻസ് ഉണ്ട്, അദ്ദേഹം അനുവദിച്ചില്ല. അങ്ങനെ പ്രത്യേകിച്ച് നോളജൊന്നും ബിസിനസ് ചെയ്യാനുള്ള എക്സ്പീരിയൻസോ അറിവോ ഒന്നും ഇല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഫസ്റ്റിൽ ഞാൻ 3 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നാട്ടിൽ പോയി. എന്നോട് നീ വെയിറ്റ് ചെയ്തോ, 2-3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം, അങ്ങനെ വെറിയാവേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് അന്നത്തെ ലോക്കൽ ഗാർഡിയുണ്ട് സുഫി ഹാജി, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞ അമിത നീ ജോലിക്ക് എന്തായാലും പോകണം, അമിതൊക്കെ വന്നിട്ട് നോക്കാം എന്ന നിർദ്ദേശത്തിൽ ന്യൂ വേൾഡിൻ്റെ ആദ്യ രൂപമുണ്ട്, ഒരു റെഡിമെയ്ഡ് ഹോൾസെയിൽ, അതിൽ എന്നെ ജോയിൻ ചെയ്യിച്ചു. അങ്ങനെ ഞാൻ 3ാമത്തെ ദിവസം അതിൻ്റെ ബോസ് ഒരു 150 റിയാൽ കൈ തന്നിട്ട്, നിനക്ക് ഇറാനി അറിയില്ല, ഹിന്ദി ഫ്ലുവൻ്റ് അല്ല, ശരിയാവില്ല. അത് ആദ്യ ജോലിയിൽ തന്നെ 3ാമത്തെ ദിവസം ടെർമിനേറ്റഡ്. അപ്പോൾ ഈ ജ്യേഷ്ഠൻ്റെ നിർദ്ദേശങ്ങൾ കിടക്കുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോഴാണ് അന്നത്തെ ഖത്തർ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ വീഡിയോ, TV-യോ അല്ലെങ്കിൽ യൂട്യൂബോ മൊബൈലോ ഒന്നും ഇല്ലല്ലോ ആ കാലം. അന്ന് ആകെ ഉള്ളത് ഇതാണ്, അതായത് കാസറ്റ് രംഗം, ഓഡിയോ വീഡിയോ രംഗത്താണ്. അപ്പോൾ എൻ്റെ നാട്ടുകാരനും ഇന്ന് ജീവിച്ചിരിപ്പില്ല, ബഹുമാനപ്പെട്ട പി അലിഹാജിക്ക, സിംല അലിക്ക എന്ന് പറയും, അദ്ദേഹം ഒരു കാസറ്റ് ഷോപ്പ് ആരംഭിക്കുന്നു. എന്നെ ക്ഷണിച്ചു, നീ വന്ന് നിൽക്കുന്നത്. അങ്ങനെ അതിലാണ് ജോയിൻ ചെയ്യുന്നത്. 1 മാസം കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈക്വൽ പാർട്ട്ണറാണ്, പാർട്ട്ണർഷിപ്പിലാണ് പോകുന്നതെന്ന്. അപ്പോൾ ഒന്ന് അത്രമാത്രം ആ രംഗവും ഡെവലപ്പ് ചെയ്തിട്ടില്ല. വീഡിയോ പിന്നെ ഇതിലേക്ക് മലയാളം വീഡിയോസ് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടില്ല വീഡിയോയിലൊക്കെ. അന്ന് ഹിന്ദി പടങ്ങൾ ധാരാളമായിട്ട് വീഡിയോ കാത്ത് വന്നത്. ഇപ്പോൾ ഓഡിയോ കാസറ്റ് ആരംഭിച്ചു, അതും പ്രിൻ്റഡ് ആയിട്ടൊന്നും ആയിട്ടില്ല. അതിലിങ്ങനെ പോകുമ്പോഴാണ് ഫസ്റ്റിൽ, അതായത് പിന്നെ ബീച്ച് ഫിലിംസ്, സ്ത്രീ, പുതിയ വെളിച്ചം, കടൽപ്പാലം, പൊന്നി എന്ന 4 പടം വീഡിയോ ട്രാൻസ്ഫർ ആവുന്നത്.
അപ്പോൾ അന്ന് ഖത്തറിൽ ഓഡിയോ വീഡിയോ രംഗത്തായത് കൊണ്ടും എൻ്റെ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡും ഈ ലുക്കായിരുന്നു ഞാൻ നല്ല ഒരു അട്രാക്ഷനായിരുന്നു. അപ്പം ജനങ്ങൾക്ക് എന്നിലേക്ക് വരൽ അത്യാവശ്യമാണ്, കാരണം ഇത് റെന്റിന് കൊടുക്കലാണല്ലോ. അങ്ങനെയാണ് അതിലാണ് ആരംഭം. അത് നന്നായി വളർത്തി ശരിക്കും ഒരു 2 വർഷമാകുമ്പോഴത്തേക്ക് തന്നെ കാസറ്റ് രംഗം വല്ലാതെ ഡെവലപ്പ് ചെയ്തു. പിന്നെ ശരിക്കും അതൊരു എന്താ പറയുക ആപ്റ്റായിട്ടുള്ള ഒരു ടൈമാണ്. കാസറ്റ് ആളുകൾ പ്രവാസികൾ സ്വന്തം റൂമുകളിലേക്ക് വാടകയ്ക്ക് എടുത്ത് അത് ഓഡിയോ കാസറ്റിൽ കേട്ട പാട്ടുകളൊക്കെ ഏതൊക്കെയായിരുന്നു? അന്നത്തെ എന്ന് പറയുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇത് വന്ന മാപ്പിള പാട്ടുകളാണ്. അഴകേറും മോളേവാ എന്നൊക്കെയുള്ളത്. പിന്നെ മലയാള ഫിലിമിൽ ഈ പിന്നെ മംഗളം നേരുന്നു ഞാൻ മനസ്സിന് പിന്നെ ഒരുപാട് യേശുദാസിന്റെ ഹിറ്റ് പാട്ടുകളില്ലേ, ഇളയന്നൂർ മഠത്തിലെ ഇളക്കുയിലെ, അങ്ങനെ കുറേ നല്ല സോങ്സ്. പക്ഷെ അന്ന് നമ്മൾ നാട്ടിൽ നിൽക്കുമ്പം കല്യാണങ്ങൾക്കാണല്ലോ ഈ പാട്ടുകൾ കേൾക്കുക. അന്ന് കേട്ട പാട്ടുകളൊക്കെ എന്നെ അതിൽ വല്ലാതെ അട്രാക്ട് ചെയ്തു. ഇന്നത്തെ ഈ ഹൈപ്പർ മാർക്കറ്റ് പോലെ തന്നെ ഞാൻ അതിനെ മനോഹരമായി കൊണ്ടുപോയി. 2 വർഷം കൊണ്ട് ദുബായിൽ നിന്ന് ഒരു 4 ട്രക്കൊക്കെ കാസറ്റൊക്കെ വരുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അന്ന് ഇതിന് ആദ്യ കാലഘട്ടത്തിൽ ഇതിന് പ്രത്യേകിച്ച് ലൈസൻസ് വേണ്ട. ഇന്നിപ്പോൾ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ്റെ ലൈസൻസ് ഒക്കെ വേണമല്ലോ. അപ്പം ഞാൻ ലോക്കൽ പിന്നെ ഈ ചെറിയ ചെറിയ കടകളുണ്ടല്ലോ, ആ കടകളിൽ കാസറ്റ് കൊണ്ടുപോയിട്ട് പിന്നെ അവരെ പറഞ്ഞ് കൗൺസിൽ ചെയ്ത് അവിടെ വെച്ച് അങ്ങനെ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നും വാടകയ്ക്ക് പോകും. അതെ, ഓക്കെ. പിന്നെ ഈ വീഡിയോ വാടക അന്ന് 30 റിയാലാണ് വാടക, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പം ഡെപ്പോസിറ്റ് അപ്പം പരിചയം ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് വേണ്ട. അപ്പം എന്നോട് പരിചയപ്പെടുക പിന്നെ ഉണ്ടാവുക എന്നുള്ള അന്നത്തെ ഒരു വലിയ എനിക്ക് ഇന്നല്ല എൻ്റെ ആ ജീവിതം എനിക്ക് ഭയങ്കര സന്തുഷ്ട ഒരു കാലഘട്ടമാണ്. ജനങ്ങൾക്കിടയിൽ ഫാമിലീസും അല്ലാത്ത ഇൻട്രാക്ഷൻ. പിന്നെ ഒരു ശരിക്ക് അന്നത്തെ പോലെ ഒന്നിക്കെ യേശുദാസ് അല്ലെങ്കിൽ അന്നത്തെ മമ്മൂട്ടി മോഹൻലാൽ പോലെ ഞാനും ഫെമിലിയർ ആണ്. കാരണം നമ്മുടെ കയ്യിലാണ് ആൾക്കാർക്ക് എന്റർടൈൻ ചെയ്യാനുള്ള പ്രോഗ്രാമുകൾ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി ആദ്യം ഈ വിൽക്കാണ്ട് സ്വപ്നങ്ങൾക്ക് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഖത്തർ കൊണ്ടുവന്ന് ഞങ്ങൾ ഹിജാസ് വീഡിയോ ആണ്. അതുപോലെ തന്നെ ജയറാം ബിഫോർ ഫിലിമിൽ പോകുന്നതിന് മുമ്പ് കലാഭവനിലും കൊണ്ടുവന്നിട്ടുണ്ട്, പടത്തിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് AVA ഉണ്ണി സാറ് അദ്ദേഹം അത് വീഡിയോ ക്യാപ്ചർ ചെയ്യുകയും ആ വീഡിയോ ഈ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റാ. കലാഭവന്റെ ആയിരുന്നാലും ഈ പ്രോഗ്രാം ആയിരുന്നാലും പിന്നെ ഈ മരിച്ചുപോയ മോനിഷ മണിയാമ്പിള്ള മണിയില്ലേ, രാജുവിനെ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെയുള്ള ആർട്ടിസ്റ്റിനൊക്കെ കൊണ്ടുവരികയും അന്നും പ്രോഗ്രാമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അത് യാദൃശ്യമാണ്. 88 അതിൽ നിന്ന് ചേഞ്ച് ആവുന്നത്. അപ്പോഴത്തേക്ക് കോപ്പി റൈറ്റിനൊക്കെ വാല്യൂ ഇല്ലാതായി. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതിന് വാല്യൂ ഇല്ലാതെ വന്നു. പിന്നെ ഞാൻ മെച്ചോർഡായി, ഫീൽഡ് മാറണം, അതൊരു കുട്ടിത്വത്തിന് ചേരുന്നതും ഒക്കെയാണല്ലോ ചില കാഴ്ചപ്പാടുകൾ. കാസറ്റുകളൊക്കെ ഇപ്പോഴും ഇപ്പൊ ഒത്തിരി കാസറ്റ് നാട്ടിലാണ് ഉള്ളത്. ഞാൻ വന്ന ഓരോ പോക്കിനും 2 കാർട്ടൂണൊക്കെ കാസറ്റാണ് കൊണ്ടുപോകുക. അത് കാരണം ഈ പാട്ട് കളയാൻ പറ്റില്ല, ഈ പടം കളയാൻ പറ്റില്ല. അല്ല, ഇപ്പോഴും ആ പഴയകാല കാസറ്റുകളൊക്കെ പല വിദ്യ ഉപയോഗിച്ച് അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ അതിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇപ്പം പിന്നെ ബിസി ഷെഡ്യൂളിലേക്ക് പോയില്ലേ, പിന്നെ അതെല്ലാം ഇന്നൊരു വട്ടായിട്ട് കാണൂല ആളുകൾ. എൻ്റെ മാറിയില്ലേ എൻ്റെ കാറ്റഗറി, ഒരു സീനിയർ ലെവലിലേക്ക് പോയി. ഇത്ര വലിയ സ്ഥാപനത്തിന്റെ ഒരു മാനേജിംഗിലേക്ക്. അവിടെയാണ് ഇനി ഒരു ഗെയിം ചേഞ്ചിങ് നടക്കുന്ന കാലം സഫാരിയിലേക്ക് എത്തുക എന്നുള്ളതാണ്, സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് ഏത് വർഷമായിരുന്നു? ഇത് 2005 ആണ്. ആക്ച്വലി ഞാൻ ഇതിൽ നിന്നൊക്കെ ചേഞ്ചായി 95 റീറ്റെയിൽ രംഗത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വെസ്റ്റ് വേ പെട്രോൾ സ്റ്റേഷനകത്താണ്. ആ ഷോപ്പ് ഇന്നുണ്ട്. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഈ റീറ്റെയിൽ രംഗത്തേക്ക് അങ്ങനെ വന്നു. പിന്നെ ഒരു ഷോപ്പ് കൂടി ആരംഭിച്ചു. അപ്പോൾ ഈ രംഗത്തെക്കുറിച്ച് നന്നായി എനിക്ക് ഒരു ബോധ്യം വന്നു. കാരണം ഫുഡാണല്ലോ ഏറ്റവും കൂടുതൽ. പിന്നെ അതുകൂടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറും ഇത് കാലത്തിൻ്റെ മാറ്റത്തോടൊപ്പം ജനങ്ങൾക്ക് അത്യാവശ്യമുള്ളതാണെന്നുള്ള തോട്ട്സിൽ വന്നു. കേരിഫർ ആദ്യം വന്നു. അപ്പം ഞാൻ കേരിഫർ കാണാൻ പോയി. അപ്പോൾ ഭയങ്കര സ്വപ്നം കാണണം, അത്രയും വലിയ ഓപ്പൺ ചില്ലർ, ഫ്രീസർ, ഡാംഗ്ലർ, ഞങ്ങളൊക്കെ ചെറുതല്ലേ. അപ്പോൾ എനിക്ക് ആ സ്വപ്നത്തിലേക്ക് പോയി. ഇതൊക്കെ ഒരുപാട് സാധിക്കുമായിരിക്കില്ല, കാരണം വലിയ ഇതല്ലേ. അങ്ങനെ എങ്കിലും ആ സ്വപ്നവും വെച്ചിങ്ങനെ നീങ്ങി. അങ്ങനെയാണ് 2004
ഞാനിപ്പോൾ ഞങ്ങളോട് നേരത്തെ മാടപ്പാട്ട ബോർഡ് സാഹിബുമായി സംസാരിച്ച് ഇന്നത്തെ സ്പോൺസറുകളായി കണ്ടിട്ട് ഈ 2005 മെയ് 5-നാണ് ഞങ്ങളുടെ ഫസ്റ്റ് സഫാരി ഹൈപ്പർ മാർക്കറ്റ് സെൽവാർ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം സഫാരി മുകളിലേക്കൊക്കെ വരുന്നത് അതിനുശേഷമാണ്. അപ്പോൾ അതിൽ തന്നെ ഇത് ബോൺ ആൻഡ് ബോട്ടം ഖത്തറാണ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ നോളജ് വെച്ച് ഡെവലപ്പ് ചെയ്യാണ്. കേരിഫർ അതുപോലെ വേൾഡിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരംഭിക്കുന്നത് ഫസ്റ്റ് ഞങ്ങൾ ബോൺ ആൻഡ് ബോട്ടാണല്ലോ. അപ്പോൾ ഞങ്ങളുടേതായ ഐഡിയ ഒക്കെ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു, വളർത്തി. 2006 ഉമ്മുസലാലിൽ ഒരു ബ്രാഞ്ച് കൂടി ആരംഭിച്ചു, സഫാരി ഷോപ്പിംഗ് കോംപ്ലക്സ്. ഞങ്ങൾ ഈ മാർക്കറ്റിൽ നല്ല ജനങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് നല്ല സ്കില്ലായി, താല്പര്യമായി, ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാനും അത് ഒരു പ്രത്യേക കാഴ്ചപ്പാട് ചില പ്രൊമോഷൻസൊക്കെ പ്ലാൻ ചെയ്ത് 10, 20, 30 എന്ന് പറയുന്നതൊക്കെ സഫാരി ആരംഭിച്ചതാണ് ഖത്തറിൽ. 10, 20, 30 ഖത്തറിൽ സഫാരി ആരംഭിച്ചതാണ് ഫസ്റ്റിൽ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ പ്രൊമോഷനൊക്കെ സഫാരി അത്രയും വലിയ വാല്യൂ ആയിട്ട് അട്രാക്റ്റീവ് കൊണ്ടുനടക്കാൻ കഴിഞ്ഞു. പിന്നെ ഈ കസ്റ്റമർ ഫ്രണ്ട്ലി ഞങ്ങളെ ഫാമിലി സഫാരി ഫാമിലി മെമ്പർ സ്റ്റാഫ് എന്ന് പറയുന്ന ഫ്രണ്ട്ലി അങ്ങനെ കുറേ വിശേഷമുണ്ട് ഞങ്ങൾക്ക്. അന്നേ അവരൊക്കെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുക എന്നുള്ള സ്റ്റൈലിൽ തന്നെയായിരുന്നു തുടക്കം മുതൽ. അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റാണ്. അതെ അതെ. ഒരുപാട് സമാന രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിലൊരു വിജയം കണ്ടെത്തി നിൽക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ചില മാജിക്കാണത്. അപ്പോൾ നിങ്ങൾ റേഡിയോയിലെ കൊണ്ട് പറയിച്ചാൽ മറ്റുള്ള ആൾ കോപ്പി അടിച്ച് പോകില്ല എന്ന് പറയുമ്പോൾ ഒന്നാമത് നമ്മളിപ്പോൾ സിൻസിയർ ആവുക, ഫ്രണ്ട്ലി ആവുക. ഇതൊരു കൊമേഴ്സ്യൽ രംഗമാണെങ്കിലും അത് തികച്ചും കൊമേഴ്സ്യലായി കാണാതിരിക്കുക. ഞങ്ങൾ ഈവെൻറ്റുകൾ പ്ലാൻ ചെയ്യും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ദോഹയിൽ അന്നു മുതൽ 2005 ശേഷം, സ്പെഷ്യൽ 2010 ശേഷം നിരവധി പ്രോഗ്രാമുകൾ എല്ലാ വീക്കിലും പ്രൊമോഷനോടൊത്ത് ജനങ്ങൾക്ക് സാധനം വാങ്ങിക്കാം, കുറച്ച് നല്ല പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ കുറച്ച് നല്ല സംഗീത പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ അതുപോലെ എൻ്റർടൈൻമെൻറ്റുകൾ കാണാം. പിന്നെ അതുകൂടാതെ അതായത് ഇതിന് ചേരാവുന്ന ഫുഡ്, ഒരു ശരിക്കും പറയുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ചില സ്പെഷ്യാലിറ്റി ആണല്ലോ സഫാരി, അതുപോലത്തെ ഒരു ഫുഡ് കോർട്ട് ഇങ്ങനെ ഒരുക്കി ഞങ്ങളെ സഫാരിയിലേക്ക് ജനങ്ങളെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഒരു ബൈങ് കൾച്ചറൽ, ആളുകൾക്ക് ഇഷ്ടാനുസരണം പർച്ചേസ് ചെയ്യാനും അതിൽ പ്രൈസ് കുറഞ്ഞ് കിട്ടാനും നല്ല ഗ്യാരണ്ടിയുള്ള സാധനങ്ങൾ കിട്ടാനും ഇവിടെ വരാനും ഞങ്ങളുടെ ട്രീറ്റിംഗ് ആസ്വദിക്കാനൊക്കെ അവർക്ക് ഒരു താല്പര്യമായി. അത് ശരിക്കും ഒരു സിൻസിയർ ടച്ച് കൂടി ഉണ്ട് അതിൻ്റെ പിന്നെ. ഒരു ടീമിൻ്റെ വർക്കാണ് സഫാരി. പറയുമ്പോൾ എൻ്റെ ടീമാണ് ഈ സക്സസിനെല്ലാം കാരണം. ഒരു വലിയ ടീമുണ്ട്, അതായത് ബിഗിനിങ് മുതൽ അവരെ ചേർത്ത് പിടിച്ചിട്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ GM കഴിഞ്ഞ 19 വർഷമായി കൂടെയുണ്ട്. നേരത്തെ അബൂബക്കർ സാഹിബ്, ഞാൻ, പിന്നെ അഹമ്മദ് ജാഫർ അൽ ഹബാബി, അബൂബക്കർ സാഹിബ്, ഞങ്ങളാണ് ഇതിനെ നയിച്ചിരുന്നത്. ഇപ്പോൾ അതേസമയത്ത് അന്നേയുള്ള ടീമാണ്. ആ ടീമിലിപ്പോൾ സുരേന്ദ്രനാഥ് ആയിരുന്നാലും, കാസിമായിരുന്നാലും, ഇപ്പോൾ രാജേഷ് ആയിരുന്നാലും, അങ്ങനെയൊന്നും ഈ പറഞ്ഞ സമതായിരുന്നാലും, അക്കൗണ്ട്സിലെ ടീമായിരുന്നാലും, ഫ്ലോറിലുള്ളതായിരുന്നാലും വലിയൊരു ടീം ഞങ്ങൾക്കുണ്ട്. ആ ടീമിൻ്റെ ഒരു എഫേർട്ട് കൂടിയാണ് ഞങ്ങൾ ഈ സക്സസ്. ഞങ്ങളെ പ്രൊജക്റ്റ് മുഴുവൻ അവരാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടീമില്ലാതെ ഇപ്പോൾ നമ്മൾ പുതിയ കുട്ടികളോട് ആരോട് പറയുമ്പോൾ ഇപ്പോൾ ടീമിനെ നയിക്കുമ്പോഴാണ് നമുക്ക് സക്സസ് ആകാൻ കഴിയുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാഫൊക്കെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. ബെസ്റ്റ് ടീമുണ്ട് ഞങ്ങൾക്ക് പറയില്ല എപ്പോഴും. എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സഫാരിയിൽ എപ്പോഴും ഇവൻറ്റുകൾ ഫുഡ് കോർട്ടിൻ്റെ മേളിൽ സഫാരി മോളിൽ പ്രത്യേകിച്ച് ഞാൻ അവിടുത്തെ കാര്യം പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് സൈനലാബുദ്ദീൻ എന്ന ഒരു പഴയ കലാകാരനുണ്ട്, ഒരു സഹൃദയനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം കൂടിയാണിത്, ഒരു കച്ചവട തന്ത്രത്തിനേക്കാൾ ഉപരിയായിട്ട് അല്ലേ? സംഗീതമായിട്ട് ഞാൻ ഇന്നും പാട്ട് കേട്ട് അല്ലെങ്കിൽ അത് ചേർന്ന് പോകുന്നതാണ്. നേരത്തെ ക്ലാസിക് സോങ്സിനൊക്കെ പോവായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ രംഗത്ത് അതോട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങളെ ഈ രംഗം, അതായത് ഞങ്ങളെ ഈ രംഗം കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണെന്നറിയാലോ സമത്. എൻ്റെ ആ ഒരു പാഷൻ അനുസരിച്ച് സമത് ചേർന്ന് നിന്ന് തന്നിട്ടുണ്ട്. ഒരു ഐഡിയ കൊടുത്താൽ മതി, അദ്ദേഹത്തെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ സക്സസ് ആയിട്ടുണ്ട്. അതും കൂടി ഒരു ഘടകമാണ്. എല്ലാവരും ഈവെന്റിൽ വീക്കെൻഡിലേക്ക് സഫാരിയിൽ വരിക എന്നുള്ളത് എല്ലാവർക്കും അങ്ങനെ ഒരു താല്പര്യമാണ്. ഒരു പ്രാവശ്യം സത്യത്തിൽ കോഴിക്കോട് എയർപോർട്ടിൽ വെച്ചിട്ട് സംസാരിക്കുന്നത് കേട്ട ഒരാൾ വന്ന് പറഞ്ഞായിരുന്നു, ഖത്തറിലേക്ക് വന്ന് സഫാരി പോകണേ മോളെ എന്ന് പറഞ്ഞു. സത്യം.
ഭയങ്കര സക്സസ്. അതെ അതെ അതെ. സഫാരി എന്നത് പറയാലോ, ഇപ്പോൾ ഖത്തറിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ ഒരു ചെയിൻ ഓഫ് ഗോൾഡിൻ്റെ ഒരു അധിപം പറഞ്ഞു. ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പാണ്, വലിയ. ശരിക്കും ഫെസ്റ്റിവൽ സിറ്റി കഴിഞ്ഞാൽ ഫുട്ഫോൾ കൂടുതലുള്ളത് ഇടം സഫാരിയാണ്. തീർച്ചയായിട്ടും ഞാനെപ്പോഴും അതെ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. കാരണം ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു ഹാപ്പനിങ് പ്ലേസാണ് ആ സഫാരിയുടെ മുകളിലുള്ള ഫുഡ് കോർട്ട് എന്ന് പറയുന്നത്. ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. അവിടെ വരുമ്പോൾ അവിടെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ടാവും, ബിസിനസ്സുകൾ ക്ലോസ് ചെയ്യുന്നുണ്ടാവും, സൗഹൃദങ്ങൾ പുതുക്കുന്നുണ്ടാവും, ഫാമിലി എൻ്റർടൈൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതുപോലെ അങ്ങനെ എല്ലാം സംഭവിക്കുന്ന ഒരു ഇടായിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം. അത് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒക്കേഷൻ ഓണം എത്ര മനോഹരമായാണ് സഫാരി ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് പ്രൊഡക്റ്റ് കൊണ്ടായിരുന്നാലും രംഗസജ്ജീകരണങ്ങൾ കൊണ്ടായിരുന്നാലും ഹട്ട് കൊണ്ടായിരുന്നാലും കമ്പവലി കൊണ്ടാണെങ്കിലും എല്ലാം സഫാരി, സദ്യ കൊണ്ടാണെങ്കിലും. സഫാരി എന്ന് പറയുമ്പോൾ അത് ഒരു സാധാരണക്കാരൻ്റെ ഒരു ഇടമാണ്. എല്ലാവർക്കും ഞങ്ങളതിൽ അവസരം വിട്ടുകൊടുക്കാറ്. പലപ്പോഴും ചില മീറ്റിങ്ങുകൾക്കൊക്കെ വിളിക്കുന്ന സമയത്ത് അബൂഹമർ ഭാഗത്തേക്കാണെങ്കിൽ ആരെങ്കിലും വിളിച്ചാൽ പറയാം നമുക്ക് അവിടെ കണ്ടാലോ, സഫാരിയിൽ കണ്ടാലോ, ഭക്ഷണം കഴിച്ചിട്ട് മീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങുകൾ നടക്കാറ് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താനായിട്ട് ഞാൻ എപ്പോഴും സഫാരിയിൽ വരുന്ന സമയത്ത് റിപ്പീറ്റഡ്ലി എനിക്ക് ഫേസസ് കാണാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പർച്ചേസിന് വന്നപ്പോൾ ഇദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ മാസം പർച്ചേസിന് വന്നപ്പോൾ ഇദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്തുന്നതിലുള്ളൊരു തന്ത്രം എന്താണ്? അതും ഒരു മാജിക്കാണ്. അത് അങ്ങനെ തരംതിരിച്ച് പറയുന്നത് ശരിയല്ല. പക്ഷേ നമ്മൾ ജനഹൃദയത്തിലേക്ക് കടക്കാന്ന് പറയില്ലേ, അത് തുടക്കം മുതൽ. ഇപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, അഭിജിക്ക ഞങ്ങൾ കിങ് ഫിഷും ഈ പ്രോൺസൊക്കെ ഇഷ്ടാനുസരിച്ച് വാങ്ങിച്ച് കഴിച്ച് കൂട്ടിയ സഫാരി വന്നതിന് ശേഷമാണ്. നേരത്തെ അത് ഒരു റോയൽ ഫുഡാണ്, 45 റിയാലൊക്കെ എന്നൊക്കെ കിലോ വാങ്ങിയിരുന്നത്. അപ്പം അതിനെയൊക്കെ പ്രൈസ് ബേസിൽ താഴെ കൊണ്ടുവന്ന് ഞങ്ങളാണ് സാധാരണക്കാർക്ക് വാങ്ങിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ ഡയറക്റ്റ് സോഴ്സ് ചെയ്യും ഏജൻസീൻ്റെ അടുത്ത്. അപ്പോൾ തന്നെ പ്രൈസിൽ ഇതുണ്ടാവും. പിന്നെ ഒരു മിനിമം പ്രോഫിറ്റ് എന്നുള്ള ഒരു ടാർഗറ്റാണ് ഞങ്ങൾ, മാക്സിമം എല്ലാ പ്രോഡക്റ്റിലും. ഒരു ദിവസം ഞാനും ചെയർമാൻ പിന്നെ നേരത്തെയുള്ള ചെയർമാൻ പകർ സാഹിബ് നിൽക്കുമ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് പറഞ്ഞു, വർഗീസ് നാളെ പേര്, അവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഒരു മാസത്തെ പർച്ചേസ് ചെയ്യുമ്പോൾ 1100 ഒക്കെ വരും, ഇത് ഫസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ 850 റിയാൽ ഞങ്ങൾക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞ അനുഭവമുണ്ട്. അപ്പോൾ പ്രൈസിൽ ഞങ്ങൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. മിനിമം പിന്നെ പ്രോഫിറ്റ് എടുക്കാനും പിന്നെ എല്ലാ മേഖലകളിലും ഞങ്ങൾ ടച്ച് ചെയ്യും. ബൈയിങ്ങിലും പർച്ചേസിലായിരുന്നാലും, അത് ഇൻവെൻട്രിയിലായിരുന്നാലും, പ്രൈസിങ്ങിലായിരുന്നാലും, പ്രൊഡക്റ്റിലായിരുന്നാലും, ഫ്രഷ് ഫുഡിലായിരുന്നാലും, ഫിഷ് മട്ടനൊക്കെ ഞങ്ങൾ പ്രോഫിറ്റേ ടാർഗറ്റ് ചെയ്യാറില്ല. അത് സർവീസ് ഏരിയ പോലെയാണ്. കാരണം ആളുകൾക്ക് ഇഷ്ടാനുസരണം വരാനും അത് കിട്ടാനും ഉള്ള സംവിധാനം ഒരുക്കുക. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും പ്രോഫിറ്റ് വേണമെന്ന് ചിന്തിക്കാറില്ല. ഫ്രഷ് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് വാങ്ങിക്കാനുള്ളതാണ്. അത് ഞാനീ പറഞ്ഞ അനുഭവം എല്ലാവർക്കും ഉണ്ട്. ഈ അടുത്ത ദിവസം പോലും ഇവിടെ ഇന്ന് വരെ 15 കുറച്ച് ആരും കിങ് ഫിഷ് വിറ്റില്ല. 975 കഴിഞ്ഞ ദിവസം കിലോ കിങ് ഫിഷ് വിറ്റിട്ടുണ്ട് സഫാരി. ഈ ഓഫറുകളൊക്കെ എടുത്തതിൽ ഡയറക്റ്റ് ഇടപെടും. കാരണം അതൊരു പാഷനാണ്. നമ്മൾ അത് തന്നെയാണല്ലോ ഈ ടീമിനെയും ചേർത്ത് പിടിച്ച് ഇവരോട് ഒത്തു സഞ്ചരിക്കാന്നല്ലാതെ മട്ടുപ്പാവിലിരുന്ന് നിയന്ത്രിക്കുന്ന സ്വഭാവം സഫാരിക്കില്ല, എനിക്കും ഇല്ല. ഇന്നും ഈ 47 hours ആണെങ്കിലും 11-12 hours വർക്ക് ചെയ്യാൻ ഇവർ കൂടെ നിൽക്കുക, ഫ്ലോറിൽ പോവുക, എല്ലാവരെയും കാണുക, അതൊക്കെ സഫാരിയുടെ സ്പെഷ്യലാണ്. അങ്ങനെ ആണ് അതിനൊക്കെ ആളുകളെ അട്രാക്ട് ചെയ്ത് ഞങ്ങൾ എത്തിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ റേഡിയോ സുനോയിലൊരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവരുടെ സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ അവർക്ക് ടീംമേറ്റ്സിന് നൽകുന്ന ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അന്നേ പറഞ്ഞിരുന്നു ഇതുപോലെ നമുക്കൊന്ന് വിശദമായിട്ടിരിക്കണം എന്നുള്ളത്. അപ്പോൾ എപ്പോഴും എനിക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഈവൻ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് തന്നെ പറയായിരുന്നു ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്നുള്ളത്. ഒരുപക്ഷെ ഖത്തറിൽ മറ്റേതെങ്കിലും ഈ റീറ്റെയിൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന കമ്പനികൾ അവരുടെ സ്റ്റാഫിന് ഇതുപോലെയുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എങ്ങനെയാണ് ഈ സഹപ്രവർത്തകരോടുള്ള ഈ സഹിഷ്ണുത അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ ഒരു വികാരം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? സ്റ്റാർട്ടിങ്ങിലെ ഈ കുട്ടികൾ നമ്മളിപ്പോൾ സോഴ്സ് ചെയ്ത് വരുന്ന മക്കൾ നേരത്തെ നാട് വിട്ട് പോയിട്ടില്ലാത്ത പലരും ഫസ്റ്റിൽ വരുന്നത് ഈ സെയിൽസ് കാറ്റഗറിയിലൊക്കെ വരുമ്പോൾ അപ്പോൾ അവരെ ഒരു ലോക്കൽ ഗാർഡിയനാണ് ഞാനെന്ന് പറയുകയും
അട്രാക്ട് ചെയ്യുന്ന സ്വഭാവം ബിഗിനിങ് മുതലേ ഉണ്ട്. ഞാൻ എൻ്റെ ടീം ലീഡേഴ്സിനോട്, സൂപ്പർവൈസേഴ്സ്, മാനേജേഴ്സിനൊക്കെ പറയാം, ഇവരുടെ പെയിനുകൾ, ഇവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കൊണ്ടുപോകണം. ഒരു കുട്ടി വന്ന ഉടനെ അടുത്ത ഒരു വീക്ക് അവരെ കെയർ ചെയ്യണം. ഫസ്റ്റിൽ ഫുഡ് കഴിക്കാൻ വിടണം, ഫസ്റ്റിൽ റൂമിലേക്ക് വിടണം, ഇനി ടെൻഷൻ കാണുക ഫോൺ എടുത്ത് കൊടുത്തിട്ടൊന്ന് വീട്ടിൽ വിളിക്കാൻ പറയണം. അങ്ങനെ അവരെ പ്രൊഡക്റ്റാക്കി തീർക്കണം എന്ന് നേരത്തെ ഞങ്ങളൊക്കെ ഒരു പ്ലാനാണ്. അതിൽ പറഞ്ഞ് ഇവരിപ്പോൾ, അതായത് ഇവർക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവർ ഞങ്ങളെ അക്കോമഡേഷൻ താമസിക്കുകയാണ്. കാരണം ഇവർക്ക് ഇഷ്ടാനുസരണം പുറത്തു പോകും ടൈമിൽ വരാൻ കഴിയില്ല, പോകാൻ കഴിയില്ല. ഞങ്ങൾ അതിന് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കും, ഫ്രീ ഫുഡ് കൊടുക്കും, ഫ്രീ അക്കോമഡേഷൻ്റെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. പലരും അതിന് പിന്നെ ഫണ്ടാണ് കൊടുക്കുക, അലവൻസാണ് കൊടുക്കുക. ഞങ്ങൾ 3 ടൈം ഫുഡ് കൊടുക്കും. അതിൽ ആ ഫുഡ് ആഴ്ചക്ക് ഒരു ദിവസം പോയി എടുത്ത് കഴിച്ച് നോക്കിയിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇടപെടുന്ന ആളുകളാണ് ഞങ്ങൾ. അതെ, കാരണം അങ്ങനെ വരുമ്പം ഇവരുടെ ആരോഗ്യവും ഇവരുടെ ഹാപ്പിനെസ്സും നമ്മളുടെ പ്രധാനമാണല്ലോ. ഞങ്ങളല്ലേ ഇവർ ലോക്കൽ ഗാർഡിയൻ. കാരണം പല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന നേപ്പാളിൻ്റെയും ശ്രീലങ്കയുടെയും കേരളത്തിൻ്റെയും കെനിയൻ്റെയും പല ഭാഗത്തുനിന്ന് വരുന്ന വില്ലേജിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇത് ശ്രദ്ധിക്കാൻ ഞങ്ങളല്ലേ ആവേണ്ടത്. അപ്പോൾ എൻ്റെ തുടക്കം മുതലേ ഉള്ള ഒരു പ്ലാനാണിത്. അപ്പോൾ അതിന് അസൗകര്യങ്ങൾ, കാരണം റെൻ്റൽ അക്കോമഡേഷനൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്രയും വലിയ ഫെസിലിറ്റി കിട്ടില്ല. ഇത് നേരത്തെയുള്ള സ്വപ്നങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഞങ്ങൾ നേരത്തെ ജിം ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും വൈഡായിരുന്നില്ല. അതായത് പ്ലാൻ ചെയ്തു, പിന്നെ അതിന് കഴിഞ്ഞ 2-3 മാസമായി വർക്ക് ചെയ്തു. ചൈനയിൽ നിന്ന് എക്യുപ്മെൻറ്റ്സ് മൊത്തം കൊണ്ടുവന്നു. കാരണം ഇത് കാരണം 10 hours ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ ഞങ്ങളെ നിർദ്ദേശം ഒന്ന് ഇങ്ങനെ ആരോഗ്യരംഗത്തായിരുന്നാലും, ജിമ്മ് രംഗത്തായിരുന്നാലും, കലാരംഗത്തായിരുന്നാലും, പാടാൻ കഴിവുള്ള ആളുകളായിരുന്നാലും, എഴുതാൻ കഴിവുള്ള ആളുകളായിരുന്നാലും പ്രൊമോട്ട് ചെയ്യപ്പെടണം. അതിന് ഞാൻ എൻ്റെ ഈ ഷോറൂം മാനേജേഴ്സ്, ഓപ്പറേഷൻ മാനേജേഴ്സ് ഒക്കെ പറയും, ഈ കുട്ടികളെ വാസനയ്ക്കനുസരിച്ചിട്ട്, കാരണം അവർക്ക് ഇനി വേറൊരു എസ്കേപ്പ് ഇല്ലല്ലോ. അപ്പോൾ മനഃപൂർവ്വമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ പില്ലേഴ്സായ, ഞങ്ങളെ വളർത്തുന്ന ഞങ്ങളുടെ ടീമിനെയാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയും ഉത്തരവാദിത്വവും ഞങ്ങളുടെ സ്നേഹവുമാണ് കണ്ടത്. ഞാൻ മനസ്സിലാക്കിയത്തോളം ഒരുപാട് മുതിർന്ന സ്റ്റാഫുകൾ മിക്കതും നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഉള്ളവരാണ്. അതെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ താഴേക്കിടയിലുള്ള ജീവനക്കാർക്കാണെങ്കിൽ അവർക്കൊരു എസ്കേപ്പ് ഇല്ല. പക്ഷേ എന്നിരുന്നാലും ഈ മുതിർന്നവർക്ക് അവരുടെ എക്സ്പീരിയൻസും അവരുടെ കഴിവും അവരുടെ ടാലന്റും വെച്ച് അവർക്ക് എവിടെ വേണമെങ്കിലേക്ക് മാറാം. പക്ഷെ അവരെയും പിടിച്ചു നിർത്തുന്ന ഒരു ശക്തി അവിടെ ഉണ്ടല്ലോ. കാരണം അത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഒന്ന് ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ്, അതായത് കഴിയുന്നത്ര പുറത്തുനിന്ന് ഹയർ ലെവൽ റിക്രൂട്ട് ചെയ്യരുത്, ഇവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത്. ഇപ്പോൾ സെയിൽസ്മാൻ ഷോറൂം മാനേജറാണ്. നേരത്തെ സെയിൽസ്മാനായി ജോയിൻ ചെയ്ത നിസ്സാര സാലറി 900 റിയാലിന് ജോയിൻ ചെയ്ത ആൾ ഞങ്ങളുടെ ഷോറൂം മാനേജറായിട്ടുണ്ട്, വലിയ സാലറി വാങ്ങിക്കുന്നത്. ഞങ്ങളെ പിന്നെ ശരിക്കും ഡയറക്ടർ, റീജിയണൽ ഡയറക്ടർ എന്ന് പറയുന്ന ആൾ ഒരു സെയിൽസിൽ ജോയിൻ ചെയ്ത ആളാണ്. ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, പഠിക്കാൻ അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞ ആൾക്ക് PG എടുക്കാൻ സപ്പോർട്ട് ചെയ്ത ചില ആളുകളുണ്ട്. പിന്നെ ഇങ്ങനെ ഇവരുടെ ഓരോ ഘട്ടം കഴിയുമ്പോൾ 2-4 വർഷം കഴിയുമ്പോൾ ഇവരെ പ്രൊമോട്ട് ചെയ്തോളണം, സൂപ്പർവൈസർ ആയിക്കൊള്ളണം എന്നാണ് ഞാൻ വിളിച്ച് ചോദിക്കുമായിരുന്നു. കപ്പാസിറ്റിയുള്ള ആളുകൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഇവരെ കൊണ്ടുവരുമ്പം ഞങ്ങളുടെ ടേസ്റ്റ്, ഞങ്ങളുടെ മാനേജ്മെൻറ്റ് സ്റ്റൈല്, ഞങ്ങളുടെ ഫെസിലിറ്റീസ്, ഞങ്ങളെ കസ്റ്റമർ ട്രീറ്റ് ചെയ്യേണ്ട സ്റ്റൈൽ, ഇത് ഇവർക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ടീമായി സഞ്ചരിക്കാൻ കഴിയും. ഇവരെ തന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് സന്തോഷമാണ്. അപ്പോൾ ഇവർ ആരും തന്നെ വിട്ടുപോകാൻ വളരെ റെയർ കേസുള്ള ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് എപ്പോഴും അവർക്ക് ഞങ്ങളോട് തുടരണമെന്നുള്ള താല്പര്യം ഈ കമ്പനി ഒരുക്കുന്ന ഫെസിലിറ്റീസ്. ഇപ്പോൾ ഞാൻ പറയാം, ഞങ്ങൾക്കിപ്പോൾ ഇവിടെ സൊസൈറ്റി ഉണ്ട്. ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ലോണിനുള്ളതാണ്. അതായത് ഇൻഹൗസ് ലോൺ കൊടുക്കുക. സൊസൈറ്റി ഉണ്ട്. ഒരാളുടെ 7 ടൈം സാലറി, ഒരു 1000 റിയാലുകാരന് 7000 റിയാലിൻ്റെ ലോൺ കിട്ടും. ഒരാൾ വന്ന് ജോയിൻ ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞാൽ, 6 മാസം കഴിഞ്ഞാൽ അയാൾക്ക് ലോൺ എടുക്കാം. അങ്ങനെ ഇപ്പോൾ 10,000 ആണെങ്കിൽ 70,000 ലോൺ എടുക്കാം. അപ്പോൾ ഇത് സഫാരിക്ക് മാത്രമുള്ള ഫെസിലിറ്റിയാണ് ഇത്. ഓക്കെ. അതുകൂടാതെ ഇപ്പം ഞാൻ ഈസി ആക്സസ് ആണ്. പിന്നെ എല്ലാ വർഷവും ഇപ്പം നമ്മളിവിടെ പിന്നെ ശരിക്ക് ബോണസ് ഉണ്ട്, ഇയർലി ബോണസ് ഉണ്ട്. എല്ലാ മാസവും സെയിൽസ് ഇൻസെൻറ്റീവ് ഉണ്ട്. ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ സെയിൽസ് ഇൻസെൻറ്റീവ് ഉണ്ട്. പിന്നെ അതായത് പിന്നെ ഈ പറയുന്ന ട്രെയിനിങ് ഉണ്ട്. ഇയർലി ആനുവൽ പ്രോഗ്രാമിംഗ് ഉണ്ട്. ആനുവൽ അവാർഡുകളുണ്ട്, ബെസ്റ്റ് എംപ്ലോയി അവാർഡ്.
ഡയറക്റ്റ് ബോസിനോട് പറഞ്ഞ് നടന്നില്ലെങ്കിൽ സെക്കൻഡ് ബോസിനോട് പറഞ്ഞ് അതും നല്ല നേരെ ഈസി ഞങ്ങൾ മാനേജ്മെൻറ്റിലേക്ക് വരാനുള്ള ഫുൾ ഫ്രീഡം ഉണ്ട്. ഈസി ആക്സസ് ആണ്. ഓക്കെ. സ്റ്റാഫിന് ഏതൊരു സ്റ്റാഫിന് ഞാൻ പറയാം 24/7 രാത്രി 1 മണി വരെ എൻ്റെ ഫോണിൽ വിളിക്കാൻ ഞാൻ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് ഏത് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു സ്റ്റാഫിന് എന്തെങ്കിലും ചെറിയ എമർജൻസി വീട്ടിൽ നടക്കുകയാണെങ്കിൽ ഞങ്ങളെ പെർമിഷൻ വേണ്ട, അർദ്ധരാത്രി ആയിരുന്നാലും അത് HR-ന് അവർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്താൽ നാട്ടിലയക്കാനുള്ള പെർമിഷൻ. അങ്ങനെ വളരെ ഈ ടീം ഫ്രണ്ട്ലി ആയി. അതുപോലെ കസ്റ്റമർ ഫ്രണ്ട്ലി. എല്ലാ ദിവസവും ഞാനൊക്കെ ഷോറൂമിൽ നടക്കും, എല്ലാവർക്കും ഷെയ്ക്കാൻ കൊടുക്കും, പലരുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതെല്ലാം നേരത്തെ ചോദ്യത്തിന്, കാരണം ഈ ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഖത്തറിലാണ് ഞങ്ങൾ ഔട്ട്ലെറ്റ് കൂടുതലുള്ളത്, അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഇത്രമാത്രം ആളുകളെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഹൈ എൻഡ് ലാസ്റ്റ് എൻഡിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്, ലോക്കലല്ല. അപ്പം എല്ലാ റീറ്റെയിലേഴ്സിനും ചൈന, തുർക്കി, ഇന്ത്യ 3 ഇടങ്ങളിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാൻ ഈസി. മറ്റുള്ളതല്ല ഇന്നത്തെ ആവശ്യം. അപ്പോൾ ഈ അവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യും, ബെസ്റ്റ് പ്രൈസിന് കൊടുക്കുകയും ബെസ്റ്റ് പ്രൊമോഷൻസ്. ഇപ്പോൾ 1 to 9 ഭയങ്കര സക്സസ് ആയിരുന്നു. അതെ, ആ പ്രൈസ് പോയിന്റിൽ കൊണ്ടുവരാന്ന് ഇതിലൊരു ആക്ടിങ് ഇല്ല, അത് ബ്രാൻഡ് അല്ലാത്ത സാധനം കൊടുക്കുന്നില്ല. അതെ, അപ്പോൾ ആ പ്രൈസ് പോയിന്റ് കൊണ്ടുവന്ന്, അതായത് പ്രോഫിറ്റിൽ തന്നെ മേക്കിങ്ങിൽ വലിയ ലക്ഷ്യങ്ങളില്ല, മിനിമം ലക്ഷ്യമാണ്. അതൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ? 47 വർഷം മുമ്പ് ഖത്തറിൽ വരുന്നു, ഇത്തരത്തിൽ ഒരു ആഘോഷിക്കപ്പെടുന്ന വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള അങ്ങനെ ഉണ്ടായിരുന്നോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതായത് ആ സ്വപ്നം ഉള്ളതാണ്. ഞാൻ ആ കാലഘട്ടം നാട്ടിൽ ദാരിദ്ര്യങ്ങളൊക്കെ ഉള്ള കാലഘട്ടം. ഞാനൊരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. ഫാദർ ശരിക്കും പറഞ്ഞാൽ അതൊരു കാർഷിക മേഖലയാണ്. അദ്ദേഹം ഒരു പ്രമുഖനായിരുന്നു, സാമൂഹ്യമായിട്ട് വലിയ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷെ ഫൈനാൻഷ്യലി അല്ല. അപ്പം ഞാൻ പഠിച്ചത് അതായത് കണ്ണൂരിലെ തലശ്ശേരി ചൊക്ലിയിലെ രാമദാസ് ഹൈസ്കൂളിലാണ്. അപ്പോൾ അന്നൊക്കെ സ്കൂളുകളൊക്കെ ഒന്നാമത് എനിക്ക് അന്ന് ഇതുപോലെയല്ല, അന്ന് മൾട്ടി സ്റ്റുഡൻ്റാണ്. ഇന്നിപ്പോൾ ഓരോ കാസ്റ്റിന് സ്കൂളുകളാണ്. എനിക്ക് ഇത്ര വലിയ സെക്കുലർ ആവാൻ സാധിച്ചത് അങ്ങനെ ഒരു സ്കൂൾ പഠിച്ചുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. വളരെ കുറച്ച് മുസ്ലിം സ്റ്റുഡൻറ്റുകളും ബാക്കി അല്ലാത്ത നോൺ മുസ്ലിംസാണ്. പക്ഷേ അന്നത്തെ എൻ്റെ ഏറ്റവും ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്തൊരു സുഹൃത്തിന് ഉത്തമൻ, സോമൻ, ഇങ്ങനെ കുറച്ചാണ്. അന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ അവർക്ക് കാശില്ലേ, നമ്മളും കഴിക്കില്ല, എൻ്റെ അടുത്തിൽ അയാളും കഴിക്കില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അന്ന് ഒരുപാട് ദാരിദ്ര്യങ്ങൾ കാണുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു ചിന്ത വെച്ച് എവിടെയെങ്കിലും ഗൾഫിൽ പോകുന്നുണ്ടല്ലോ, ഒരു ബിസിനസ്സോ എന്തെങ്കിലും ആയിട്ടുണ്ട്, കുറേ ആൾക്ക് ജോലി കൊടുക്കാൻ കഴിയുമല്ലോ, അങ്ങനെ പോകാൻ കഴിയണം, അങ്ങനെ കുറേ ആൾ കൊണ്ടുകൊടുക്കാൻ അവസരം ഉണ്ടാവണം എന്നുള്ള തോട്ട്സ് അന്നുണ്ട്. ഇങ്ങനെ ഒരു മേഖലയിൽ എത്താൻ മാത്രം സാധിക്കുന്നില്ല. പക്ഷേ ബിസിനസ് രംഗത്തേക്കോ എല്ലാതോ പോയാൽ കുറേ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്ന് ചിന്ത അന്നേ ഉണ്ട്. അത് പ്രകാരം എന്നെ ദൈവം അതിലേക്ക് എത്തിച്ചു. പിന്നെ ഇങ്ങനെ ഒന്നുണ്ടല്ലോ, അതായത് സ്വപ്നം കാണാത്തവൻ്റെ ജീവിതം പരാജയമാണെന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ എൻ്റെ സ്വപ്നമാണ് എന്നെ ഇവിടെങ്ങളിൽ എത്തിച്ചത്. ഞാൻ ആ ബിസിനസ് രംഗത്ത് കാസറ്റിൽ എത്തിയപ്പോൾ ഒരു കാസറ്റ് കട, അതിൽ വലിയ കാസറ്റ് ഷോപ്പ് തുടങ്ങുന്നതിൽ വലിയ കാസറ്റ് ഷോപ്പ് തുടങ്ങുകയും ഒരു ഹൈപ്പർ മാർക്കറ്റ് സ്റ്റൈൽ വികസിപ്പിച്ചിട്ടുണ്ട്. അതിനെ തന്നെ വലിയ ഷോപ്പുകളൊക്കെ, വലിയ സെയിൽസ്. ഈ പ്രോഗ്രാമിലൊന്നും തന്നെ ബെനിഫിറ്റിന് വേണ്ടിയല്ല, നമ്മൾ അന്നത്തെ ആളുകൾക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി നടത്തിയതാണ് അധിക പ്രോഗ്രാമുകളും. അതുപോലെ തന്നെ ഈ ഒരു സ്വപ്നം വന്നു, അങ്ങനെ ബിസിനസ് രംഗത്ത് വലിയ വൈഡ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, വെസ്റ്റ് ബേ കോംപ്ലക്സ് ആരംഭിച്ചപ്പോൾ അന്നത്തെ ഒരു വലിയ ഷോപ്പാണ്. അന്നേ എൻ്റെ ഒരു സ്റ്റൈലായിരുന്നു, അങ്ങനെ വണ്ടിയിൽ സപ്ലൈ ചെയ്യില്ല, ക്രെഡിറ്റ് കൊടുക്കില്ല, അങ്ങനെ ഒരു നല്ല സ്റ്റൈൽ ചെയ്യണം. അതിലേക്ക് എത്തിച്ചു. അങ്ങനെ സ്വപ്നം കണ്ടു. ഞാൻ കാരിഫോർ പോയി കണ്ടപ്പോൾ വലിയ വൈഡായി ആരംഭിക്കണമെന്ന് കൊതിച്ചു. സാധിക്കുമെന്നറിയോ, ദൈവം അവിടെ എത്തിച്ചു. ആ സ്വപ്നത്തെ തന്നെ എത്തിച്ചത്. കുറേ ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയണം, വൈഡായിട്ട് ചെയ്യണം. ആ ചെറിയ സ്വപ്നമായിരിക്കാം ഇവിടെ എത്തിച്ചത്. ശരിക്കും ഈ 47 വർഷം എന്ന് പറയുമ്പോൾ ഖത്തറിനെയും കൂടി നോക്കിക്കണ്ടുണ്ട്. ഖത്തറിനൊപ്പം കൂടിയാണ് വളർന്നിട്ടുള്ളത് അല്ലേ? ആ യാത്ര എങ്ങനെയാണ്? അതൊരു മനോഹരമായ യാത്രയാണ്. അതിമനോഹരം. കാരണം ഖത്തർ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഒരു കൊച്ചു ടൗണ് പോലും ചേരാത്ത തരത്തിലാണ്. തീരെ ഇവിടെയും ജനങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ല. പക്ഷേ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഖത്തറിനെ. ഖത്തറാണല്ലോ ഇപ്പോൾ നമ്മളൊക്കെ പോറ്റുമ്മ രാജ്യം.
ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ പോലും സാമ്പത്തികം ഉണ്ടെങ്കിൽ ഇത്രയും ഫീ എടുത്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയാത്ത ഒരവസ്ഥ നമുക്ക് പലപ്പോഴും ചിന്തിക്കുമല്ലോ. ഇവിടെ ഈ ഗവൺമെൻറ് ചെയ്യുന്ന ഒരുപാട് ലിബറലൈസേഷനുണ്ട്, ഒരുപാട് വിട്ടുവീഴ്ചയുണ്ട്. നല്ലവരായ നല്ല കൾച്ചറാണ്, നല്ല ആതിഥ്യ മര്യാദയാണ്, എല്ലാത്തിനും സപ്പോർട്ടാണ്. അപ്പോൾ ഖത്തർ വളരെ ചുരുങ്ങിയ സൂക്ക് ഫാല, ഇറാനി സൂക്ക്, നാഷണൽ ഖശാരെ കാർബ, അസ്മക്ക്, ഇങ്ങനെ ഒരു ഇടമാണ് ഖത്തർ. മദീന ഖലീഫ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഉള്ളോട്ടുള്ള ചില ഭാഗമാണ്, വളരെ ചുരുങ്ങിയ പോപ്പുലേഷനാണ്. ഞാൻ വരുമ്പോൾ മലയാളികൾ തന്നെ ഇവിടെ ഒരു 50,000 ലക്ഷം ഉണ്ടാവുമെന്ന് അറിയില്ല ഇന്ത്യക്കാർ. അപ്പോൾ ആ കാലത്തിനനുസരിച്ച് ലോകത്തിനനുസരിച്ചാണ് ഖത്തർ ഇങ്ങനെ മാറുന്നത്. അപ്പോൾ ആദ്യത്തെ ഭരണാധികാരിയെ മാറുന്നു, ഇന്നത്തെ ഭരണാധികാരിയുടെ ഫാദർ ഏറ്റെടുക്കുന്നു. അപ്പോൾ ആ ഘട്ടത്തിലാണ് റാസൽ ലഫാനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഗ്യാസ് വേയിലേക്ക് പോകുന്നത്. ആ ഒരു ഇങ്ങനെ കൊച്ചു കൊച്ചു ബിൽഡിങ്ങുകൾ വരുന്നു. ബാങ്ക് എന്നെല്ലാം പറഞ്ഞാൽ അന്ന് ഖത്തർ നാഷണൽ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച്, ദോഹ ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്ക്, ഈ 3 ബാങ്കേ ഉള്ളൂ. അപ്പം ലോകത്തിൻ്റെ ഒരു ഫാസ്റ്റ് ഡെവലപ്പിംഗ് നടന്നില്ലേ, IT മാറുന്നു, ലോകം മാറുന്നു, ഇന്ന് AI വരുന്നു. അതുപോലെ ഖത്തറിൻ്റെ മനോഹരമായ ആ പോക്കിനെ ആസ്വദിച്ചവരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഖത്തർ ഇപ്പോൾ വേൾഡ് കപ്പ് ഫിഫയൊക്കെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് പ്രൗഡായി നടത്തിയില്ലേ, അതൊക്കെ നമുക്ക് എന്നും ഓർക്കാൻ. കാരണം ഈ ചെറിയൊരു രാജ്യത്ത് ഇത്ര മനോഹരമായ സക്സസ് ആക്കി ഒരുപാട് വെല്ലുവിളികൾ അവരെ ഒരുപാട് എതിർക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഖത്തർ എന്ന് പറയുമ്പം അതായത് കേരളം കഴിഞ്ഞാൽ ചോര തിളക്കേണ്ട രാജ്യമാണ് ഒരു മലയാളി സംബന്ധിച്ച്. അപ്പം നമ്മൾ ഖത്തർ മാത്രമല്ലല്ലോ, ഖത്തർ കൊണ്ട് കേരളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്കൊക്കെ പറയാനുള്ളത് തന്നെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യ വിഭജിച്ചല്ലോ, പക്ഷെ വിഭജിക്കാത്ത കേരളം എന്നാണ് ഞാനൊക്കെ പറയാം. ആ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ രംഗത്തൊക്കെ പ്രവാസ ലോകത്തെ ഈ ആളുകളുടെ വരവും മുഖേന ഉണ്ടായ മാറ്റം വളരെ വലുതാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് കൾച്ചറൽ പോയിട്ടുണ്ട്. അവിടെ ആളുകളോടൊക്കെ ഇപ്പോൾ ഇന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റം എന്ന് പറയുന്നത് വിദേശത്തു നിന്ന് വന്നത് തന്നെയാണ് പലതും. അപ്പോൾ അവിടെ വിദ്യാഭ്യാസ രംഗമായിരുന്നാലും ടെലികമ്മ്യൂണിക്കേഷൻ രംഗം പോലും വികസിക്കുന്നത് പ്രവാസ രംഗമാണ്. കാരണം നമുക്ക് വിളിച്ചാൽ കിട്ടാതെ വരുമ്പോൾ അത് നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട്, ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളോട് എന്തുകൊണ്ട് എക്സ്ചേഞ്ചുകൾ നമ്മളെ പ്രദേശത്ത് കൊണ്ടുവരുന്നില്ല എന്നുള്ള അന്ന് 80 മുതൽ ഞാനൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ റോഡില്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ സംസാരിക്കും. പിന്നെ ലീഡേഴ്സ് വരും, അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. പിന്നെ നമ്മളിലുള്ള ഈ കൾച്ചർ, ഇവിടുത്തെ ഈ അറബി കൾച്ചർ, ഇതൊക്കെ അവിടെ നമ്മൾ പോയി ചെലവഴിച്ചാലോ എക്സ്ചേഞ്ച്. അപ്പോൾ ശരിക്കും പറയുമ്പം ഖത്തർ മാത്രമല്ല ഡെവലപ്പ് ചെയ്ത്, ഈ പ്രവാസ ലോകത്തുള്ള ആളുകൾ മുഖേനയുണ്ട് വിദ്യാഭ്യാസ രംഗത്ത്. ഇപ്പം ഞാൻ ഇവിടെ നിന്നും കൊണ്ട് നാട്ടിൽ വന്ന 1-2 വലിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതിൻ്റെ ഫൗണ്ടറാണ് ഞാൻ, അതിൻ്റെ വൈസ് ചെയർമാനാണ്. അന്ന് ഇവിടുന്ന് ഉള്ള കുറച്ച് ആളുകളൊക്കെ വാങ്ങിയ കാശ് മുഖേന 91 സർക്കാരിൽ നിന്നുണ്ടാക്കിയതാണ് കണ്ണൂർ ജില്ലയിലെ കുത്തോർമ നിയോജകമണ്ഡലത്തെ കല്ലിക്കണ്ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NAM കോളേജ്. അതുപോലത്തെ NAM ഹയർ സെക്കൻഡറി സ്കൂൾ. കാരണം അന്നൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും നാട്ടിൽ അത്രമാത്രം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നതിലും മറ്റ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായും അല്ലാത്ത സാമൂഹ്യം, ഞാൻ പഴയ കാലത്ത് തന്നെ നാട്ടിലൊക്കെ റീഡിങ് റൂം, വായനശാലകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ ഇവിടുത്തെ മാറ്റം നമുക്കങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് വർണ്ണിച്ചാൽ തീരുന്നതല്ല, ഇത് കണ്ടാസ്വദിച്ചതാണ്. ഇവിടുത്തെ മാറ്റം നാട്ടിന്റെ മാറ്റത്തോടൊപ്പം കൂടെ ചേർന്ന് നിൽക്കുന്നതാണ്. ഇവിടുത്തെ വിജയം പലപ്പോഴും നമ്മൾ അയക്കുന്ന പണത്തിലൂടെ അവിടെയും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഗൾഫ് നാടുകളിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുകയാണെങ്കിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് നാട്ടിലെ. കാരണം ഇവിടുന്ന് കാശ് പോക്ക് അയക്കൽ കുറയുമ്പോൾ 1 കിലോമീറ്റർ ഓട്ടോറിക്ഷ കയറുന്നത് മുതൽ ആളുകൾ കട്ട് ചെയ്യും. ഒബ്സർവേഷൻ. എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എത്രയൊക്കെ വിജയത്തിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ജീവിതത്തിൽ ചില മൂല്യങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുക. എത്ര വിജയം വന്നാലും അത് ഞാൻ ചേഞ്ച് ചെയ്യില്ല. അത്തരത്തിൽ ആബിദ് ഖാൻ്റെ കൊണ്ട് നടക്കുന്ന ഒരു ജീവിത മൂല്യം എന്താണ്? ആക്ച്വലി ഞാൻ ഒരു സ്നേഹപ്രചാരകനാണ്. എനിക്ക് എൻ്റെ LP സ്കൂൾ കാലഘട്ടത്തിലുള്ള കൂടെ പഠിച്ച ആളുകൾ മുതൽ ഈ ഖത്തറിൽ വന്നു മുതലുള്ള ആളുകൾ മുഴുവനും ഞാൻ ഇന്നും തലോടി സ്നേഹിച്ച് വിളിച്ച് കൊണ്ടു നടക്കുന്നത്. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. പഞ്ച്വലാവുക, അതായത് ഒരു സഹൃദയനാവുക, ചേർത്ത് പിടിക്കുക, വരുന്ന അവസരങ്ങൾ അഹങ്കാരത്തിനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്ന പരിഹാരത്തിന് കൂടെ നിൽക്കുക. ഇതൊക്കെ ഇന്നും
ഒരു ദിവസം ഒരാളെയെങ്കിലും സാമ്പത്തികമായോ അല്ലെങ്കിൽ സഹൃദയം കൊണ്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സഹകരിച്ചിട്ട് വേണം കിടന്നിറങ്ങാൻ ആഗ്രഹിച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതെ, ആ ഒരു കാലഘട്ടം മുതൽ ഈ ഒരു ഇന്ന് വരെയും അന്ന് കാശില്ലാത്ത ഘട്ടത്തിലും അതായത് കാശുള്ള ഘട്ടത്തിലും. കാരണം ഇങ്ങനെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നതിൽ, അതുപോലെ ഇങ്ങനെ ഈ ഒരു വേണ്ടി പറഞ്ഞ ശരിയില്ല, ഇവിടെ ഒരുപാട് ആളുകൾ ജോലി നേടിക്കൊടുക്കുന്നതിൽ, ഒരുപാട് പ്രശ്നം പരിഹരിക്കുന്നതിൽ, സംരക്ഷിക്കുന്നതിൽ, വിസ കൊടുക്കുന്നതിൽ, അങ്ങനെ അന്നും ഇന്നും അത് ഞാൻ എന്നെ സംബന്ധിച്ച് എല്ലാവരും ചോദിക്കുന്നത് എപ്പോഴും ഞാൻ ഒരു വിശേഷം എൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ആളുകളിങ്ങനെ പറയും. അതൊക്കെ ഇപ്പോൾ എൻ്റെ കുടുംബത്തിനായി, അല്ലാത്ത ആൾക്കാരായി, കാസ്റ്റില്ല, അങ്ങനെ എല്ലാവരെയും കൊണ്ടുപോകുക. അത് എൻ്റെ ഏറ്റവും വലിയ ജനഹൃദയങ്ങളൊരു സ്പേസ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും ഉള്ളത്. ഇപ്പോൾ എന്നെ തേടി വരുന്ന പദവികളും സൗകര്യങ്ങളൊക്കെ ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളതല്ല. ഇവിടെ KMCC കെട്ടിപ്പടിക്കുന്നതിൽ എനിക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഒരു ജനോപകാര രംഗത്ത്, അല്ലെങ്കിൽ ഒരു ജീവകാരുണ്യ രംഗത്ത്, അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തൊക്കെ അതിരുകളില്ലാത്ത സഹായം ചെയ്യുന്ന ഒരു സംഘടനയാണ് KMCC. നല്ല സഹൃദയ വലയം അന്നും ഇന്നും എന്നും ഉണ്ട്. നാട്ടിൽ ചെന്നാൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഓഫീസിലൊക്കെ എന്നും ബിസിയാണ്. അതൊക്കെ ഞാൻ എൻ്റെ ഒരു പ്രത്യേകതയായി, അല്ലെ ജനങ്ങളായിട്ടുള്ള എൻ്റെ ബന്ധം എനിക്കത് കൊണ്ടു നടക്കാൻ കഴിയുന്നത് ഒരു നല്ല ഒരു സാധ്യമായിട്ട് നല്ലൊരു വിഷയമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നത്. ജീവിത മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ജീവിതം, കുടുംബം, കുടുംബം, അതായത് ജീവിത മൂല്യങ്ങൾ. ഇപ്പം ഞാനിപ്പോൾ ഒരു മുസ്ലിമാണ്, അപ്പം 100% അതിൻ്റെ വരുതിയിൽ നിന്നുകൊണ്ട്, എല്ലാ തരത്തിൽ നിന്നുകൊണ്ട്, അല്ല ആ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് എൻ്റെ സൗഹൃദത്തെ എല്ലാ അങ്ങനെ അല്ലാത്ത ആളുകളും, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സ്റ്റാഫ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവിടെയൊന്നും കാശില്ല. അതുപോലെ കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ 81 കല്യാണം നടത്തിയത്. ഇപ്പം 44 വർഷം ഈ നവംബർ 15 എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. എനിക്ക് 3 ആശംസകൾ. പിന്നെ എനിക്ക് 3 കുട്ടികളാണ്, 3 ഗേൾസാണ്. എല്ലാവരും എഡ്യൂക്കേറ്റഡാണ്. 3 കല്യാണം കഴിച്ചു. ഇവിടെ സന്തുഷ്ടപ്പെടും. 3 ഭർത്താക്കന്മാർ ഇവിടെ ഉണ്ട്. 2 സഫാരിയുള്ള മാനേജേഴ്സാണ്. തമീമായിരുന്നാലും മുജീബായിരുന്നാലും. 3 ആൾ ജസ്മൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം മുൻ MLA പാർക്കൽ അബ്ദുള്ള എൻ്റെ ഒരു 40 വർഷത്തെ സുഹൃത്താണ്. അയാളുടെ മകനാണ്. 3 സുഹൃത്തുക്കളുടെ മക്കളെയാണ് കെട്ടിച്ചത്. വേറൊരു കാറ്റഗറി നോക്കിയിട്ടല്ല. മൂത്തത് കണ്ണൂരിലുള്ള മരിച്ചുപോയ ഹംസക്കാന്ന് PTP ഫാമിലിയുള്ള ഒരു പ്രബല കുടുംബത്തിലുള്ള ഹംസക്കയുടെ മകൻ തമീമാണ്. രണ്ടാമത്തേത് അതുപോലെ തന്നെ അടുത്ത സുഹൃത്തായ പോക്കർ കക്കാട്, അദ്ദേഹം ഇവിടുത്തെ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തെ മകൻ മുജീബ് റഹ്മാൻ. 3 പാർക്കൽ അബ്ദുള്ളാന്റെ മകൻ ജസ്മലാണ്. ജസ്മൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പെട്രോൾ പമ്പും അതുപോലെ ബിസിനസ്സിൽ പോകുന്നു. ഇവർ 2 ഞങ്ങൾ ഒരുമിച്ച് ഈ സഫാരിയിൽ പോകുന്നു. എൻ്റെ മൂത്ത മകൾ സഹല സൈൻ ലാബിദീൻ. അവർക്ക് 3 കുട്ടിയാണ്. ഇഷാൽ തമീം, എസ്മർ തമീം, ഇമാനി തമീം. രണ്ടാമത്തത് സബല സൈൻ ലാബിദീൻ. അതിൻ്റെ സാരിഷ് മുജീബ്, സൈൻ ഐബക്, എൻ്റെ പേര് കൂടി ചേർത്തിട്ടാണ്. മൂന്നാമത്തെ സഫീദ സൈൻ ലാബിദാണ്. അപ്പോൾ അവർക്ക് കുട്ടികളായിട്ടില്ല. ഇപ്പോൾ ഇഷാല് 10ാം ക്ലാസ്, എസ്മർ 4th സ്റ്റാൻഡേർഡ്, സാരിഷ് 6th സ്റ്റാൻഡേർഡ്. ഇവരൊക്കെ പഠിക്കുന്നത്. ഇവരൊക്കെയാണ് ഇവർക്ക് ഇതിനും വേണ്ടി, ഈ മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്താറുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് എല്ലാ ആളുകളും. അതൊന്ന് പറയണം. നല്ല സന്തോഷം. വൈഫ് സീനത്ത് സൈൻ ലാബിദീൻ കൂടെ ഉണ്ട്. എൻ്റെ എല്ലാ ഇത്തരം കാര്യങ്ങൾക്കും ഏറ്റവും നല്ല സഹധർമ്മിണിയാണ്, സഹായിയാണ്. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് എൻ്റെ ജോലിക്ക് കൃത്യമായി അയക്കുന്നതിലൊക്കെ പങ്കുവഹിക്കുന്ന പാർട്ട്ണറാണ്. പിന്നെ അതുപോലെ ജ്യേഷ്ഠന്മാർ, അന്യന്മാർ, ഞങ്ങൾ 8 പേര്, 2 സിസ്റ്ററും 6 ആണുങ്ങളാണ്. 2 ആൾ മരിച്ചുപോയി, 6 ആൾ ഇപ്പോഴും ഉണ്ട്. അവർ നന്നായി. കുടുംബം വലിയ വൈഡ് കുടുംബമാണ്. എല്ലാവരുമായിട്ടും കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ കാണുന്നത്, ഇപ്പം എൻ്റെ ദേശത്തിലുള്ള മൊത്തം ആളുകളെ കുടുംബമായിട്ട് കാണുന്ന ആളാണ്. എല്ലാവരും എൻ്റെ കുടുംബമാണ് അന്ന് കാര്യം. ഓക്കെ, അത് പറയുന്ന സമയത്ത് തന്നെ നല്ലൊരു മുത്തശ്ശനാണ്. നല്ലൊരു മുത്തശ്ശനാണ്. സന്തോഷം ഇതിലുള്ള ജീവിതം. അതോടൊപ്പം തന്നെ എനിക്കിപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് വന്ന ഒരു സംഭവമായിരുന്നു. അതായത് ഈ മാർക്കറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയും പലരോടും സംസാരിക്കുന്നത്. റീറ്റെയിൽ മേഖലയിൽ സംസാരിക്കുമ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ കസ്റ്റമറുടെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. അതിനെ എങ്ങനെയാണ് ആബിദ് പഠിക്കുന്നത്? ഈ കസ്റ്റമർ മാറുന്നെന്ന് പറയുമ്പോൾ 2-3 സ്റ്റൈലുണ്ട്. ഒന്ന് ആളുകൾ ബ്രാൻഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നു, ഒന്ന് സെമി ബ്രാൻഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നു, അല്ലാത്ത നോർമലായിട്ട് പോകുന്നു. പക്ഷേ
പിന്നെ ഇവരൊരു ബൈയിങ് സ്റ്റൈൽ ഇപ്പോൾ ഓൺലൈൻ പർച്ചേസിലേക്ക് കുറച്ച് ആളുകൾ പോകുന്നുണ്ട്, അല്ലാത്തതും നല്ല ശതമാനമുണ്ട്. ഓൺലൈനിലേക്ക് വലിയ ശതമാനം ഇപ്പോഴും മാറിയിട്ടില്ല. ഫിസിക്കലാണ് ആളുകൾക്ക് ഇഷ്ടം, ടച്ച് ആൻഡ് ഫീൽ. അതെ, ടച്ച് ആൻഡ് ഫീൽ. പ്രത്യേകിച്ച് ലേഡീസ് ഫാമിലിക്ക് അവർക്ക് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണല്ലോ പുറത്ത് പോക്ക്. അവരതിൽ നിന്നും മാറിയിട്ടില്ല. അപ്പോൾ അത് ഒരു തോട്ട്സ് മാത്രമാണ്. ഇപ്പോൾ കൊറോണ കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു കൂടുതലും ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഓൺലൈൻ ബിസിനസ്സിനെ നിലനിൽപ്പുള്ളൂ. പക്ഷെ ഓൺലൈനുകാർ പലതും, അതായത് വലിയ വെഞ്ചറുകൾ ആരംഭിച്ച ഓൺലൈനുകളൊക്കെ അടച്ചു പൂട്ടുകയാണ്. പിന്നെ സിംഗിൾ ഓൺലി ഓൺലൈൻ ബിസിനസ് മാത്രമാണ് കൂടുതലും റൺ ചെയ്യുന്നത്. അപ്പോൾ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഈ ഫിസിക്കൽ ആറ്റിറ്റ്യൂഡിന് വലിയ ചേഞ്ചസ് വന്നിട്ടില്ല. മനസ്സിലായി. പിന്നെ ഈ എഡ്യൂക്കേറ്റഡ് കാലഘട്ടം ആയതുകൊണ്ട് നമ്മൾ, അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾക്ക് വിവരമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളിതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ. മനസ്സിലായി. ഇപ്പോൾ എന്തെങ്കിലും, അതായത് ഒരു ചീറ്റിങ് തീരെ നടക്കില്ല. പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ബ്രാൻഡുകൾ തന്നെ, സെമി ബ്രാൻഡ് സാധനങ്ങൾ കൊടുക്കുക. വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് കാര്യമില്ല, ചീപ്പ് സാധനങ്ങൾ കൊടുക്കുന്നിടത്ത് നടക്കില്ല. ഓക്കെ. അതോടൊപ്പം അടുത്തൊരു, എപ്പോഴും എല്ലാ ബിസിനസ്സുകാരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അടുത്ത 10 വർഷം കഴിയുന്ന സഫാരിയെ എങ്ങനെ കാണാനാണ് ആബിദൊക്കെ ആഗ്രഹിക്കുന്നത്? ഇനിയും കുറേ കൂടി വൈഡ് റേഞ്ചിൽ വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. സഫാരിയെ. കാരണം ഇപ്പം നമ്മൾ പല കാരണങ്ങൾ കൊണ്ട്, അതായത് ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരേ കാറ്റഗറിയിൽ എക്സ്പാർട്ടിയസിനെ ടാർഗറ്റ് ചെയ്യുന്ന ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ അണ്ടറിൽ ട്രാവൽസ് ഉണ്ട്, ഓപ്റ്റിക്കൽസ് ഉണ്ട്, പവർ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്, കുറേ ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അതായത് ഇതിൽ പ്രീമിയം ക്ലാസ് ആയിട്ട് ആരംഭിക്കണമെന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ പുതിയ ഔട്ട്ലെറ്റ് എസ്ദാൻ മാൾ വരികയാണ് പുതുതായിട്ട്. ഒരു അതർ മാളിൽ, വലിയൊരു മാളിൽ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതൊരു സർവീസ് ഇൻഡസ്ട്രി കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. കുറേ ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നു. ഇൻകം വരുമ്പോൾ കുറേ ദാനധർമ്മങ്ങൾ സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നു. പിന്നെ ബെസ്റ്റ് പ്രൈസിന് സാധനങ്ങൾ കൊടുക്കുമ്പോൾ അതൊരു വേറെ തരത്തിലുള്ള സപ്പോർട്ടാവുന്നു. അങ്ങനെ നല്ലൊരു വെഞ്ചറാക്കി കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെ തന്നെ ഞാൻ ചിന്തിക്കുന്നത്. ഒരു മടങ്ങിപ്പോക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ റിട്ടേൺമെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ചെറുതായതിനെ കുറിച്ചുള്ള ചിന്തയില്ല. ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതുതായിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യുവ സംരംഭങ്ങൾ, അവർക്ക് എപ്പോഴും ഒരു റോൾ മോഡലുകൾ വേണം. പലപ്പോഴും അഭിവൃദ്ധിക്ക് അതാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? അവരോട് കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആവണം, അതായത് സിൻസിയർ ആവണം, ഡെഡിക്കേറ്റഡ് ആവണം. പലപ്പോഴും ഒരു വികാരപ്പുറത്ത് ചെയ്യേണ്ടതല്ല ഇത് ബിസിനസ്. ഇതിലുണ്ടാവുന്ന ഇൻസിഡൻറ്റുകൾ അവർ ഒരിക്കലും പിന്നെ പാടില്ലാത്ത മേഖലയിലേക്ക് എത്തിപ്പെടുന്നു, ജയിലിലേക്കൊക്കെ പോകേണ്ടി വരികയാണ്. അപ്പോൾ കാരണം ഇതിൽ ഹോം വർക്കില്ല. ഇപ്പോൾ ആബിദക്കയുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ടീമിൻ്റെതാണ്, ഗ്രൂപ്പിൻ്റെതാണ്, ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനി. പിന്നെ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കിങ്ങും പ്ലാനിങ്ങും പ്രൊജക്റ്റിങ്ങും ഒക്കെ ഉണ്ട്. അതങ്ങനെയല്ല ഒരു ദിവസം കുറച്ച് ബിലോ കോസ്റ്റ് വിറ്റാൽ കസ്റ്റമർ വരും, ഒരു കുറച്ച് വലിയ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ നന്നായി കച്ചവടം ചെയ്യാൻ കഴിയും എന്ന തോട്ട്സിലേക്ക് പോകുന്നുണ്ടോ ജനങ്ങളെന്ന് ഞാൻ സംശയിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പേരിൽ ശരിക്കും പ്രൊജക്റ്റ് വേണം, പ്ലാനിങ് വേണം, സിൻസിയർ ആയിരിക്കണം, ഹാർഡ് വർക്കറായിരിക്കണം, ഡെഡിക്കേഷൻ വേണം. അങ്ങനെ പ്രൊജക്റ്റും പ്ലാനിങ്ങും ഇല്ലാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എടുത്ത് ചാടരുത്. പിന്നെ മാർക്കറ്റിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അതിനെ, അതായത് അതിജീവനം അതിനാണല്ലോ തയ്യാറാവേണ്ടത്. വെല്ലുവിളികളെ അതിജീവനത്തിന് തയ്യാറാവണ്ടേ. അത് കുറഞ്ഞു പോകുന്നിടത്താണ് പ്രശ്നങ്ങൾ. പിന്നെ ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷൻ ഇത്രയാണ്, ഇവിടെ ഇപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ ഇത്ര ഒക്കെ ഉണ്ട്, ഇത്ര ഷോപ്പുകളുണ്ട്, അവരൊക്കെ വലിയ പിന്നെ ഹമൂറുകളാണ്, വലിയ ഷോപ്പുകളാണ്. അപ്പോൾ ചെറിയ ആളുകൾ വന്ന് ഇറങ്ങുമ്പം പ്ലാനിങ് ഇല്ലാതെ വരുമ്പോൾ അവർ പെട്ടുപോവുകയാണ്. അത് ഏത് ഫീൽഡിലേക്ക് പോകുമ്പം ഒന്ന് ഇത് തന്നെ പ്ലാനിങ്ങും പ്രൊജക്റ്റും കോൺസെൻട്രേഷനും ഡെഡിക്കേഷനും ഒക്കെ ഉണ്ടാവണം, സൂക്ഷിച്ചാവണം. നമ്മളിപ്പോൾ ഒക്കെ റെഡിയാണ്, അതായത് മാതൃകയാവാനല്ല അഡ്വൈസ് ചെയ്യാനോ പറഞ്ഞു കൊടുക്കാനോ തയ്യാറാണ്. ഒരാൾ ബുദ്ധിമുട്ടി പോകരുത്. ഏതായാലും ഈ ഒരു കഥ ഒരധ്യായത്തിൽ തീർക്കാൻ പറ്റുന്ന കഥകളൊന്നും അല്ല നമ്മൾ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങൾ അത്രയൊന്നും അല്ല. പക്ഷേ എന്നിരുന്നാലും എല്ലാ മേഖലയൊക്കെ ഒന്ന് തൊട്ട് തലോടി പോകാനായിട്ട് സാധിച്ചു എന്ന് കരുതുന്നു. ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, എക്സ്പീരിയൻസുകൾ, ഓർമ്മകൾ, നല്ല ചിന്തകൾ, മോശം സംഭവങ്ങൾ എല്ലാം കടന്നു പോകേണ്ട സംഭവമാണ്. അപ്പോൾ വീണ്ടും മറ്റൊരധ്യായത്തിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഇരിക്കാം.
എന്നുള്ളൊരു പ്രതീക്ഷയാണ്. എന്തായാലും ആബിദയ്ക്കും നിങ്ങളുടെ സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനും എല്ലാവിധ ആശംസകളും. സഫാരിയുടെ യാത്ര തുടരട്ടെ. താങ്ക് യു.